اسم إلى أرواح الأنبياء والعلماء والشهداء والصالحين اسم إلى أرواح أصحاب المدنيين والأخذيين اسم إلى أرواح سائر الصحابة والقرابة كلهم أجمعين اسم إلى أرواح أزواجه الطاهرات أمهات المؤمنين اسم إلى أرواح جميع المؤمنين عما إنك على كل شيء قدير اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وأخرانا يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعن بالصلاة والتوفيق رعايا المسلمين اللهم بارك لنا في أمرنا هذا يا رب العالمين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി അവരുടെ, ബഹുമാന്യരായ CSK തങ്ങൾ, നാസർ സ്പൈസി കൂടത്തായി, മുസ്തഫ മുണ്ടുപറമ്പിൽ, കരികുട്ടിയാജി, KK അബുവാജി, ആറ്റക്കോയ തങ്ങൾ, KP കോയ, അബ്ദുൾ റസാഖ് മുസാനി, മോയിമോനാജി തുടങ്ങിയ നല്ലവരായ സുഹൃത്തുക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാൻ മാസത്തിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണിത്. കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ നടക്കുന്ന ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ഖുർആനിലെ ആധികാരികമായി ഖുർആനെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ വാനാവശങ്ങളെക്കുറിച്ചും വളരെ പ്രതിപാദിക്കുകയാണ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, ഈ കാസിം ഉസ്താദിനെ പോലുള്ള ഒരാൾ വളരെ സമയം ചെലവഴിച്ച്, ഞാൻ ഇടക്കാലത്ത് എനിക്ക് അറിയില്ലായിരുന്നു ആളെപ്പറ്റി, പെട്ടെന്നാണ് കാസിം ഉസ്താദിനെ കേൾക്കുന്നത്. അപ്പം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കലല്ല നമ്മുടെ പണി. അപ്പം അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് അപ്രത്യക്ഷനായി നിന്നത്. ഇപ്പം കേൾക്കുക, 16-15 വയസ്സുള്ള ആളുകളൊക്കെ മെയിൻ സ്ട്രീമിലുള്ള വലിയ ആളുകളെ പോലെ പാട്ട് പാടുന്നു, ബെയ്ത്ത് പാടുന്നു, വയല് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പം അവരതിനല്ല പോവേണ്ടത്, അവർ പഠിക്കാനാണ് പോവേണ്ടത്. അപ്പം ഈ കാസിം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് കേൾക്കാറ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കേൾക്കാത്ത കാലത്ത് അദ്ദേഹം ഖുർആനെ കുറിച്ച് പഠിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് ഗവേഷണത്തിലായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. മുഅ്മിനീങ്ങളെ, അനന്തരാവകാശം, തിരുത്തലുകൾ, പാഠങ്ങൾ എന്നതാണ് വിഷയം. നമ്മുടെ ഈ 13 ദിവസത്തെ പ്രഭാഷണത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറക്കു വരാൻ സാധ്യതയുള്ള ഒരേ ഒരു വിഷയം ഇതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. ആ തിരിച്ചറിവൊക്കെ ഉണ്ടായിട്ടും തന്നെയാണ് ഞാൻ ഇതിനൊരുങ്ങിയത്. അതിനും ഒരു കാരണമുണ്ട്. ഇവിടെ കോഴിക്കോട്ടെ ഉമറാക്കളിൽ പ്രധാനിയാണ് TK പരീക്കുട്ടി ഹാജി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉള്ള ചില കേസുകൾ, എനിക്കറിയുന്ന ചില കേസുകൾ, 25, 30, 40 കൊല്ലം കഴിഞ്ഞിട്ട് ബാപ്പ മരിച്ചിട്ട്
ഇന്നും സമ്പത്ത് ഓഹരി ചെയ്യാത്ത കേസുകൾ, ഞാൻ അറിയുന്നത് എന്നെ കൂടി ബന്ധപ്പെടുത്തിയ ചില കേസുകൾ കോഴിക്കോട്ടങ്ങാടിയിൽ നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് എന്ന് പറയുന്നത് സത്യത്തിൽ സാംസ്കാരിക കേരളത്തിന്റെ, വിജ്ഞാന കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയാം. എന്തുകൊണ്ട്? സയ്യിദ് ജിഫ്രി തങ്ങൾ ഇവിടെയാണ്. വലിയ മഹാനും ഷെയ്ഖും ആലിമും വലിയ മഹാനുമാണ്. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ-ഹിംസി റളിയല്ലാഹു അൻഹു ഇവിടെയാണ്. വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളും വല്യപ്പമാരും പിന്നെയുള്ളവരും ഇവിടെയാണ്. ഇൽമിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഇൽമിന്റെ കവാടം എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലിന്റെ ചുവട്ടിലാണ്. ശംസുൽ ഉലമ റഹിമഹുല്ലാ. 20-ാം നൂറ്റാണ്ടിലെ വിജ്ഞാനത്തിന്റെ കവാടം എന്ന് ഞാൻ കരുതിക്കൂട്ടി വിശേഷിപ്പിച്ചതാണ്. ആ മനുഷ്യനെ പോലെ മഹാദർശന പരതയുള്ള ഒരു മനുഷ്യനെ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ അറിഞ്ഞ ലോകത്ത് ചുരുക്കമാണ്. പിന്നെ ആ മനുഷ്യന്റെ ഭാഷ മലയാളമായി, ആ മനുഷ്യന്റെ നാട് കേരളമായി എന്നത് മാറ്റിവെച്ചാൽ, ആ മനുഷ്യനെങ്ങാനും ഒരു അറബിയോ മിസ്രിയോ ആയിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ഇവിടെ മറ്റു പലരും മക്സൂഫീങ്ങളായിരുന്നു. അത്രയും വലിയ മനുഷ്യനാണ്. അതൊക്കെ അറിയുന്നവർക്കറിയും. ഞാനത് ഒരു പക്ഷ താല്പര്യത്തിന് വേണ്ടിയല്ല റബ്ബേ ഇത് പറയുന്നത്. ഒരു വിജ്ഞാനിയെ പരിചയപ്പെടുത്തേണ്ടത് പിന്നീടുള്ളവരുടെ ബാധ്യതയാണല്ലോ എന്ന അടിസ്ഥാനത്തിലാണ്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പട്ടണമാണിത്. എല്ലാം കൂടെ ഒരു വലിയ, അവർ തന്നെ ആരാ? അവർ തന്നെ ഹലർ മൗത്തിൽ നിന്ന് വിജ്ഞാനവും കൊണ്ടുവന്നവരാണ് അവരുടെ വല്യപ്പമാർ. അവരെ കാത്തിബീങ്ങൾ എന്നാ പറയാ. കാത്തിബീങ്ങൾ കലമിന്റെ ആളുകളാ. ഖുർആൻ ആദ്യം പറഞ്ഞത് കലമിനെ കുറിച്ചാണ്. കാത്തിബി അബൂബക്കറുൽ കാത്തിബി, ഹസനുൽ കാത്തിബി, അഹ്മദുൽ കാത്തിബി, ഉമറുൽ കാത്തിബി. അതുകൊണ്ടാണ് കാത്തിബി എന്നാണ് അവരുടെ യമനിലെ കുടുംബത്തിന്റെ ലഖബ്. കാത്തിബീങ്ങൾ എഴുത്തുകാരും പഠിക്കുന്നവരുമായിരുന്നു. കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് അതൊപ്പിച്ചാണ് കുടുംബ പേരുണ്ടാക്കിയത്. എഴുത്തച്ഛൻ കണ്ടി, എഴുത്തച്ഛൻ കണ്ടി കാത്തിബിയാണ്. യമനിൽ കാത്തിബിയാണ്. കേരളത്തിലെത്തിയപ്പോൾ കാത്തിബിയുടെ നേരെ പരിഭാഷയാക്കി എഴുത്തച്ഛൻ കണ്ടി. അതാണ് ഈ കെ അല്ല, വെറും കെ ആണ്, കാത്തിബിയാണ്. കേരളത്തിൽ വന്നപ്പോൾ എഴുത്തച്ഛൻ കണ്ടി എന്ന്. എങ്ങനെയാണ് ആ പേര് വന്നത്? മലയാളത്തിലെ ഒരു സാഹിത്യത്തിന്റെ ഒരു സർഗപ്രതിഭയായി അറിയപ്പെടുന്ന ഒരാളാണല്ലോ തുഞ്ചത്തെഴുത്തച്ഛൻ. അതൊക്കെ വലിയൊരു ചിന്താബന്ധമായി എനിക്ക് തോന്നുകയാണ്. എഴുത്തച്ഛൻ, അതായത് അത്രയും വിജ്ഞാനികളായിരുന്നു അവർ. വിജ്ഞാനമുള്ള മഹാന്മാരോടുകൂടെ വിജ്ഞാനികളായി വന്ന അവരുടെയൊക്കെ വിളനിലമായ ഈ കോഴിക്കോടിന്റെ പോലും സാഹചര്യം ഇതാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സാഹചര്യമെന്ന് നാം പൊതുവെ ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ കൊല്ലം 3 തലമുറകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു സ്വത്തിന്റെ 3 തലമുറകൾ പാർട്ടീഷൻ ചെയ്ത് നിലവിലുള്ള പ്രസന്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നവർക്കുള്ള അതിന്റെ ഓഹരി ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു വിശദമായ കടലാസ് എൻ്റെ അടുത്ത് കൊണ്ടുവരികയുണ്ടായി. 3 തലമുറകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണ്. സമ്പത്തിപ്പോഴും ഓഹരി ചെയ്തിട്ടില്ല. ഇത് സത്യത്തിൽ ഒരു ഉറക്കം തൂങ്ങുന്ന വിഷയമാണ്. എങ്കിലും ഞാനത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതുതന്നെയാണ്. ഞാൻ പക്ഷെ കൂട്ടത്തിൽ പറയട്ടെ, ഞാനതിൻ്റെ നൂലാമാലകളിലേക്കോ മസായിലുകളിലേക്കോ കിടക്കാൻ കഴിയില്ല. മസായിലുകളിലേക്ക് കിടന്നാൽ ഇന്ന് അവിടുന്ന് പോരാനും കഴിയില്ല. ഞാൻ അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക. ഈ വിഷയം ഒന്നിങ്ങനെ ബോധ്യപ്പെടുത്തി പ്രസന്റ് ചെയ്യുക. അല്ലെങ്കിലും ഒരു ഫിഖഹിന്റെ മസലകൾ ഒരു ക്ലാസ്സിലോ 10 ക്ലാസ്സിലോ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നല്ല നിസ്ഫുൽ ഇൽമി അൽ ഫറായിള, വിജ്ഞാനത്തിന്റെ പകുതിയും അനന്തര നിയമങ്ങളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നിസ്ഫുൽ ഇൽമി അൽ ഫറായിള, വിജ്ഞാനത്തിന്റെ പകുതിയും അനന്തര നിയമങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരു 2 മണിക്കൂർ പ്രഭാഷണം, 2.5 മണിക്കൂർ പ്രഭാഷണം കൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല. മാത്രല്ല അത് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം അതിന്റെ ഗൗരവങ്ങളിലൂടെ എങ്ങനെ ഞാൻ കടന്നു വരും, അത്രയേ ഉള്ളൂ. ഇത് പഠിക്കണമെന്ന ഒരു ബോധവും ഉണ്ടാക്കുക, ഇതേക്കുറിച്ചൊരു ചിന്ത ഉണർത്തിവിടുക, അതിന്റെ ആദാബുകളെ
പരിചയപ്പെടുത്തുക. ഇത് മാത്രമാണ് ഈ പ്രഭാഷണം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെന്നും നമ്മൾ ഇങ്ങനെയൊക്കെ പ്രഭാഷണം നടത്തിയിട്ടും അതൊരു തരം ബുദ്ധിമുട്ടുള്ള വരണ്ട പണിയാണെങ്കിലും വിജ്ഞാനത്തിന്റെ പകുതിയായ ആ ഒരു മഹാവിജ്ഞാനത്തിന്റെ ശാഖ നമ്മളെ ക്ലാസ്സിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ അതും ഒരു ബറക്കത്തിന് വിരുദ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാണ് ഈ ഒരു സാഹസികതക്ക് ഞാൻ തയ്യാറാകുന്നത്. വളരെ ഗൗരവമായി ചിന്തിക്കണം. മലയാളത്തിലോ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയോ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു കാസറ്റ് ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ അങ്ങനെ, കാരണം എന്തുകൊണ്ട് മനുഷ്യർക്ക് അങ്ങോട്ട് വലിയ പണിയുള്ള ഒരു സംഗതിയാണത്. അപ്പൊ ഏതായാലും ഞാൻ അതിലേക്ക് ഇങ്ങനെ സൂചന നൽകിയിട്ട് അതിൽ നിന്ന് വല്ലാതെ സാഹസപ്പെടാതെ ഇറങ്ങിപ്പോരും. നിങ്ങളെല്ലാവരും ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് കാര്യഗൗരവം ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും മനസ്സിലാക്കാനും നല്ലവരോടുകൂടെ ചേരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക, തരീക്കത്ത് എന്ന് പറയും അനന്തര സമ്പത്തിന്. ഒരാൾ ഇട്ടേച്ച് പോയതിന് തെരീക്കത്ത് എന്ന് പറയും. അറബിയിൽ തെരീക്കത്ത് എന്നാണ് പറയുക. ഒരു മായത്തുറുക്കുൽ മയ്യിത്തു മിനൽ അംബാലി മുത്ലഖൻ, അതായത് ഒരാളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട സർവധനത്തിനുമാണ് തെരീക്കത്ത് എന്ന് പറയുന്നത്. തെരീക്കത്തിൽ പ്രത്യക്ഷ ബാധ്യത 4 കാര്യമാണ്. തെരീക്കത്തിൽ പ്രധാനപ്പെട്ട ബാധ്യതകൾ 4 1, അയാളുടെ കഫൻ തജ്ഹീസിന്റെ ചിലവ്, അതിൽ നിന്നാകലാണ് അഫ്ളല്. മനസ്സിലായില്ലോ? നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം. ഒരാളുടെ കഫൻ തജ്ഹീസിന് അതാണ് അഫ്ളല്. ഒരാളുടെ കഫൻ തജ്ഹീസിന് അയാളുടെ ധനമാണ് അഫ്ളല്. അതാണ്, മനസ്സിലായില്ലേ പറഞ്ഞത്? മക്കൾക്ക് വഹിക്കാം. അയാളുടെ ധനമുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറൊരാൾ വഹിക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക. അയാളുടെ ധനമായിരുന്നു ആ തെരീക്കത്തിൽ അയാൾ ഉപേക്ഷിക്കപ്പെട്ടതിൽ നിന്ന് പ്രധാനമായും ശ്രദ്ധിക്കുക. 1, അയാളുടെ കഫൻ തജ്ഹീസ്, അതിന്റെ പഞ്ഞി, അതിന്റെ എന്താ പറയാ കർപ്പൂരം, പിന്നെ എന്താ പറയാ മറ്റേ കല്ല്, മൂടുകല്ല്, ഇങ്ങനെ ഹാക്കറ വഹാക്കറ ഇതെല്ലാം. എന്നാൽ മീസാങ്കല്ല് തജ്ഹീസിൽ ഉൾപ്പെടുകയില്ല. മീസാങ്കല്ല് ഒരാൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. ഇനിയോ എല്ലാ അനന്തരാവകാശികളും യോജിച്ചാൽ അയാളുടെ സമ്പത്തിൽ നിന്ന് എടുക്കാവുന്നതുമാണ്. മീസാങ്കല്ല് അതിൽ ഉൾപ്പെടുകയില്ല. അത് മേമ്പൊടിയാണ്. ശ്രദ്ധിക്കുക. എന്നാൽ ഖബറിന് അടയാളം വെക്കുന്ന ഒരു ശൈലിയുണ്ട്. അതിനേക്കാൾ ഉയർന്ന ഒരു രൂപമാണ് മീസാൻ കല്ല്. ഖബറിന് അടയാളം വെക്കാൻ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ നിയോഗിച്ചു. ആ എടുത്തുകൊണ്ടുപോവാന്ന് പറഞ്ഞു. അയാൾ കല്ലെടുത്ത് ചെന്നപ്പോൾ അയാൾക്ക് പൊക്കാൻ കഴിഞ്ഞില്ല. ആ കയ്യിന്റെ വെളുപ്പ് ഇങ്ങനെ ഞങ്ങൾ കണ്ടു. ഹബീബായ നബി അഖ്വന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ആരോഗ്യമുള്ള ആൾ ആരായിരുന്നു? പുണ്യ നബിയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി പലരും പോയിട്ട് പൊക്കാൻ കഴിയാത്തത് എന്തെങ്കിലും ഹബീബായ നബി എന്നെ ഒറ്റപ്പൊക്കിന് പൊക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചു എന്നുണ്ട്. മനസ്സിലായില്ലേ? വലിയ കയ്യിൽ കല്ല് വെക്കുന്ന ശൈലിയുമുണ്ട്. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ വലിയ കല്ലായിരുന്നു വെച്ചിരുന്നത് എന്നാണ്. വലിയ കല്ല് ആയിരുന്നു വെച്ചിരുന്നത് എന്നാണ്. ഇത്രയും വലിയ കല്ലായിരുന്നു വെച്ചിരുന്നത്. അത് അങ്ങനെയുമുണ്ട്. അഥവാ ചില ഖബറിന്റെ മുകളിൽ ഒരൽപ്പം ഉയർത്തുകയോ വലുത് വെക്കുകയോ ഒക്കെ ചെയ്യുന്ന ശൈലി ആക്ഷേപിക്കപ്പെടാവുന്ന ശൈലിയൊന്നും അല്ല. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ്. അൻസ്വാരിങ്ങളിൽ മഹാനാണ്. വളരെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. തജ്ഹീസ്, കഫന്, അതെല്ലാം അയാളുടെ ധനത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഹഖുസാനി, അയാളുടെ ഈ സമ്പത്തിൽ നിന്ന് എടുക്കേണ്ട രണ്ടാമത്തെ ബാധ്യത. ഒന്ന് ഖലാഉ ദുയൂനിഹി, അയാളുടെ കടം വീട്ടുക. വയുഖദ്ദമു ദുയൂനുല്ലാഹ്, ഭാഗത്തേക്ക് ഞാൻ വരാം. മൂന്നാമത്തേത് തൻഫീദു വസിയ്യതിഹി, എന്തെങ്കിലും വസിയ്യത്ത് അയാൾക്കുണ്ടെങ്കിൽ നടപ്പിലാക്കുക. നാലാമത്തെ ബാധ്യതയാണ് അത്തഖ്സീമു മാ ബഖയ മിനൽ മാലി,
ധനത്തിൽ ബാക്കിയുള്ളത് ഓരി വെക്കൽ നാലാമത്തെ ബാധ്യതയാണ്. ബാധ്യത നമ്പർ 1 കഫൻ തജ്ഹീസ്, രണ്ടാമത്തേത് ഖലാഉദ്ദുയൂന്, 3 ഇംഫാദുൽ വസിയ്യത്ത്, നാലാമത്തേതാണ് എന്ത്? ഓഹരി ചെയ്യൽ. മനസ്സിലാണില്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കൂ, നോക്കൂ നിങ്ങൾ. അതിന് ഒന്നാമത്തെ ബാധ്യത പറയാ. തജ്ഹീസൊക്കെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം അയാളുടെ കടം വീട്ടുക എന്നതാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ കടത്തിന്റെ ഉത്തരവാദി ആരു തന്നെയാണ്? അയാളുടെ തെരിക്ക ഒരാൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അയാൾ ഏറ്റെടുത്തത് അത്ര വലിയ ഒരു മഹായ കാര്യമൊന്നുമല്ല. കാരണം ഇതിവിടെ ആരേറ്റ് കിടക്കുന്നുണ്ട്? തെരിക്കത്ത്. ബാപ്പാന്റെ കടം ഞാൻ ഏറ്റെടുത്ത് എന്ന് വലിയൊരാളെ പോലെ അവിടെ കയറി നിന്ന് പറയൽ അത്ര വലിയൊരു കറാമത്തൊന്നുമല്ല. അത് മകൻ ഏറ്റെടുക്കേണ്ട ആവശ്യവുമില്ല. ഏറ്റെടുക്കൽ തെറ്റൊന്നുമല്ല. എന്നാൽ എന്തുകൊണ്ട് ഇവിടെ ആര് ഏറ്റെടുത്തിട്ടുണ്ട്? ഇസ്ലാമിക സർക്കാരാണെങ്കിൽ അവിടെ ജപ്തി ചെയ്യും. എന്തിനു മുമ്പ്? ഇർസിന് മുമ്പ്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? അനന്തരം ഓഹരി ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ കടം വീട്ടാരെ അനന്തരം ഓഹരി ചെയ്താല് അവിടെ സമ്പത്ത് ജപ്തി ചെയ്യും. ആര്? ഇസ്ലാമിക സർക്കാർ. അവിടെ ആരും ഏൽക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ കടം ആരാണ് ഏൽക്കേണ്ടത്? ആര് ഏൽക്കേണ്ടതല്ല, എന്തിലുണ്ട്? അയാളുടെ തെരിക്കത്തിലുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ അവിടെ കയറി പറയാൻ തെറ്റാണോ? തെറ്റൊന്നുമല്ല. പക്ഷെ അത് കേവലം ഒരു ചടങ്ങ് പോലെ മാത്രം ഇങ്ങനെ മാറുകയാണോ എന്നും സംശയിക്കണം. ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ എന്റെ വാപ്പാക്ക് അതൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ബേജാറ് പോലെ അത് പറയാൻ വേണ്ടി ഒരു മുന്നിലേക്ക് നിൽക്കൽ. പക്ഷെ അത് പിന്നെ അതിന് ആള് ചെല്ലുന്ന സമയത്താണ് ഇവന്റെ സ്വഭാവം കാണുക. തെളിവുണ്ടോ? യാഥാസ്ഥ്യമുണ്ടോ? ഒരാള് മരിച്ചു. അപ്പോൾ ഒരു പെണ്ണ് വന്നു, എനിക്ക് 2 ദിർഹം തരാണ്ട് ഇയാള് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുടുംബക്കാര് പറഞ്ഞു, തെളിവുണ്ടോ കയ്യില്? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, 2 ദിർഹം തരാനുണ്ട്. തർക്കമായി. ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നു. അപ്പോൾ മുസ്തഫ റസൂലുള്ള പറഞ്ഞു, സദ്യഖൂഹ, അത് അംഗീകരിക്കും. കാരണം 2 ദീനാറ് 4 ദീനാറ് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്ന പല കാര്യവും മനുഷ്യന് എഴുതി വെക്കുകയൊന്നുമില്ല. അങ്ങനെയും ഉണ്ടാവുമല്ലോ. ആ പെണ്ണ് പറഞ്ഞ വാസ്തവമാക്കിയിട്ട് ആ പൈസ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അഥവാ എല്ലാത്തിനും അങ്ങനെ പ്രത്യക്ഷമായ തെളിവുണ്ടായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. ഉദാഹരണം പറയാം, നിങ്ങളെ കയ്യിൽ നിന്ന് 10,000 രൂപയും വാങ്ങിപ്പോയി ഒരാള്. ആ രാത്രി ആ മോട്ടോർ സൈക്കിളിൽ പോക്കുന്നിടയിൽ അയാൾ മരിച്ചുപോയി. ആ 10,000 രൂപ ഇയാൾക്ക് കൊടുക്കണ്ട. അതിന് എഴുത്തുണ്ടോ കുത്തുണ്ടോ ഇല്ലയോ ഒന്നുമില്ല. നാളെ നേരം എടുത്തിട്ട് ബാങ്ക് തുറന്നിട്ട് അങ്ങ് കൊടുത്തരാം, രാത്രി എനിക്കൊരു അത്യാവശ്യത്തിന് വേണ്ടിയാന്ന് പറഞ്ഞ് കൊണ്ടുപോയ പൈസയാ. എന്നാൽ അതിന് എഴുത്തോ കുത്തോ ഒന്നുമില്ല, അതൊന്നുമില്ല, സാക്ഷിയില്ല. കാരണം നാളെ ബാങ്ക് തുറന്നാൽ എടുത്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസയാ. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ അവിടെ എഴുത്തുകുട്ടി എങ്ങനെ ഉണ്ടാവും? അത് 10,000 ആകാം തോതനുസരിച്ച്. ചിലപ്പോൾ 50,000 ആവാം, ചിലപ്പോൾ എത്രയാവാ, ഒന്നും അതിനപ്പുറമൊക്കെ ആവാം അല്ലേ? ഇതൊക്കെ വരാമല്ലോ. എന്നാൽ ഇതേ മരിക്കണോടുകൂടെ തെരിക്കത്തൊക്കെ അവർ കണ്ടുകെട്ടു. വാപ്പ വലിയ കച്ചവടക്കാരൻ, അത് വാപ്പാന്റെ പൈസ എന്ന് മനസ്സിലാക്കും. വാപ്പ മരിച്ചിട്ടുണ്ട്, മറ്റേ ആള് വരുന്നതെന്ന് പറയും. ഇത് തെറ്റൊക്കെ ഉണ്ടാവാം. അതിലൊന്നും നമുക്ക് അത്രേ കഴിയുള്ളൂ. ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വിധിക്കാനേ കഴിയുള്ളൂ. അനന്തര സമ്പത്തന്നെ എടുക്കാൻ കഴിയാത്ത വിഷയങ്ങളിലെ ഭാര്യയും ഭർത്താവും കൂടി ആക്സിഡന്റിൽ മരിച്ചു. 2 അനന്തര സമ്പത്ത് കണക്കാക്കപ്പെടുകയില്ല. ബാക്കിയുള്ളവരെടുക്കുന്നല്ലാതെ ഇവരുടെ സമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല. ഉദാഹരണം, ഭർത്താവ് മരിച്ചാല് 1/4 4/1 അല്ലെങ്കിൽ 8/1 ഉണ്ട്. ആർക്ക്? ഭാര്യക്ക്. ഭാര്യ മരിച്ചാല് 1/4 പകുതി അല്ലെങ്കിൽ 4/1 ഉണ്ട്. ആർക്ക്? ഭർത്താവിന്. എന്നാൽ ഇവർ 2 കൂടെ ആക്സിഡന്റിൽ മരിച്ചാലോ? ഇവിടെ ഒരു പ്രശ്നം വരും. എന്തെന്നറിയോ? ഈ പെണ്ണിലേക്ക് വരുന്ന ധനത്തിന് അവൾ അവകാശികളാവും ഉണ്ടാവുക. അയാളിലേക്ക് വരുന്ന ധനത്തിന് അയാൾ അവകാശികളുമായിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ തിരിച്ചറിയാതെ വരുന്ന നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരാവകാശം എടുക്കുന്നതായി കണക്കാക്കില്ല. മറ്റനന്തരാവകാശങ്ങൾ നടക്കും. വിമാന ആക്സിഡന്റ്, മനസ്സിലായി പറഞ്ഞു. അതേപോലെ തന്നെ കൂടെ മരിക്കുക. പക്ഷെ അറിയപ്പെടാതിരിക്കുന്ന സാഹചര്യം, ആദ്യം ആരാണ് മരിച്ചത്? മനസ്സിലായില്ല നിങ്ങൾക്ക്? ആദ്യം ആരാണ് മരിച്ചതെന്ന് അറിയപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് കഴിയില്ല, അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ എന്നതുപോലെ.
അപ്പൊ ഇതാണ് ഇവിടെ കാര്യഗൗരവം. വിഷയങ്ങളെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, കടം മുഴുവനും കൂടി തന്നെ അയാൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അത് ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഖുർആൻ ഒരു സ്ഥലത്ത് വിശദീകരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഉടനെ നരകം ഓർമ്മപ്പെടുത്തുക. ശ്രദ്ധിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അനന്തര സമ്പത്ത് കിട്ടിയത് അങ്ങനെ തന്നെ വെട്ടിത്തിന്നുകയാണോ നിങ്ങൾ? അഖിലല്ലമ്മൻ, അഖിലല്ലമ്മൻ, അഖിലല്ലമ്മൻ. അതെവിടെ നിന്ന് വന്നു നോക്കാത്ത തീറ്റ, അതിലെന്തൊക്കെ കിടക്കുന്നുണ്ട് നോക്കാത്ത തീറ്റ. ധനത്തോട് അത്ര വലിയ ആർത്തിയാണോ നിങ്ങൾക്ക്? എങ്കിൽ കല്ല. ഇതാ ദുഃഖത്തിൽ ചിന്തിക്കാം. അതുകൊണ്ട് അനന്തരാവകാശികൾ, ബാപ്പ മരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ബാപ്പയുടെ കടം വീട്ടലാണ് അനന്തര സമ്പത്തിൽ നിന്ന്. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? എന്നല്ല, ഇമാം അഹ്മദ് തങ്ങൾ മുസ്ലിമിൽ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു ഹദീസ് മുസ്തഫ റസൂലുള്ളാഹി ഇങ്ങനെ പറയുന്നുണ്ട്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ലാ. ഏതൊരു മനുഷ്യന്റെ ശരീരവും ഖബറിൽ അത് മുഅല്ലഖത്തുൻ ബിദൈനിഹി, കടവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കും. അയാൾക്ക് കടം വീട്ടിയാല് കടം വീട്ടാൻ ഏൽപ്പിച്ചു. മനസ്സിലായില്ലേ? കടം വീട്ടാൻ ഒരു സഹാബി ഏറ്റെടുത്ത ഒരാൾ മരിച്ചപ്പോൾ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, കടം വീട്ടിയോൻ? ആ വീട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല ആന ബറദ ജിൽദുഹു, ഇപ്പോഴാണ് അയാൾക്കൊരു തണുപ്പായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ഇതുവരെ അയാൾ ഖബറിന്റെ ഉള്ളിൽ കടത്തിന്റെ പേരിൽ ചൂടാ. എല്ലാം പൊറുക്കപ്പെടും ഷഹീദിന്. എന്ത് പൊറുക്കപ്പെടില്ല? കടം. എല്ലാം പൊറുക്കപ്പെടും, എല്ലാം പൊറുക്കപ്പെടും, എല്ലാം. عن أبي سعيد الخدري رضي الله عنه قال قال النبي صلى الله عليه وسلم أعوذ بالله من الكفر والدين. പറഞ്ഞിട്ടാ ചിന്തിക്കണം. أعوذ بالله من الكفر والدين. കുഫറിനെ തൊട്ടും കടത്തെ തൊട്ടും അല്ലാഹുവോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് ചോദിച്ചു, അതഅദിലുൽ കുഫറ അതഅദിലു ദൈന ബിൽ കുഫരി യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങളെ കടത്തെയാണോ കുഫറിനോട് താരതമ്യപ്പെടുത്തിയത്? കലന. മനസ്സിലായില്ല? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫരി വദ്ദൈനി. അല്ലാഹുവേ, ഞാൻ കുഫറിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. എന്തിനെ തൊട്ടും? കടത്തെ തൊട്ടും. അപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ സാമ്യപ്പെടുത്തുന്നത് സത്യനിഷേധത്താകുന്ന കുഫർ, അതിനോടാണോ നിങ്ങൾ കടത്തെ സാമ്യപ്പെടുത്തുന്നത്? ഫഖാലന, അതെ, അതിനോട് തന്നെയാണ്. അത്രയും ഗൗരവമാണ്, കുഫർ പോലെ ഗൗരവമാണ്. എന്ത്? ഈ ഹദീസ് നസായി സിഹാഉ സിത്തയിൽ നസായി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കണം കേട്ടോ, ഇതൊക്കെ വളരെ ചിന്തിക്കണം. പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോകുമ്പോൾ കടമൊക്കെ തീർത്ത് പള്ളിയിൽ എണീറ്റ് നിന്ന്, ഇന്ന് നമ്മൾ ഈ മരിച്ചിട്ട് പറയുന്ന വിഷയങ്ങൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് എപ്പോഴാ? ഹജ്ജിന് മുമ്പഴാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും. 2-3-4 ആഴ്ച മുമ്പേ പറയും, ഞാൻ പോവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെടണേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു തരണേ എന്ന് പറയും. ഇതൊക്കെ നമ്മളെ നാട്ടിൽ രീതി ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്നതൊക്കെ പോയി. ഇന്നതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ TP പറഞ്ഞതുപോലെ പ്രകടനപരത, എന്തിലും പ്രകടനപരത ആയിപ്പോയി. ഒക്കെ ചെയ്യണം എന്നല്ലാതെ അത് പടച്ചോന്റെ അടുത്ത് കിട്ടണമെന്നുള്ള പൂരില്ലാതെയായി. അതുകൊണ്ട് വളരെ ചിന്തിക്കും. ഹബീബാർ ഒറ്റ ഹദീസ് കൂടി പറയാം, ഒരുപാടുണ്ട് കടത്തിന്റെ വിഷയത്തിൽ. ഹദീസ് ഒറ്റ ഹദീസ് പറയാം. മൻ ഫാറഖ റൂഹുഹു ജസദഹു ഫഹുവ ബരീഉം മിൻ സലാസിൻ ദഖലൽ ജന്ന. ഒരാള് റൂഹ് അയാളുമായി വിട്ടുപിരിയുന്ന നേരത്തെ അസ്ലിമാരുള്ള ഒരാള് 3 കാര്യത്തിൽ നിന്ന് ഒഴിവായവനാണെങ്കിൽ സ്വർഗത്തിൽ കിടക്കും. 1 ഓലോല്, ചതിവഞ്ചന.
ജീവിതത്തിൽ ആരെങ്കിലും ചതിവഞ്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് ഏൽക്കൂല, പൊറുക്കൂല. ആര് പൊരുത്തപ്പെടണം? അയാൾ പൊരുത്തപ്പെടണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ റബ്ബേ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അത്തരം ആളുകൾ മരിച്ചു പോയാലോ അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ് ഒരു പരിഹാരം. എന്നാൽ ആസ ഒരു പക്ഷേ പുറത്ത് കിട്ടിയേക്കാം. മനസ്സിലായില്ല? ഒരാളെ നമ്മൾ ചതിച്ചു, അയാളോ മരിച്ചു പോവുകയും ചെയ്തു. ഇനി പൊരുത്തപ്പെടിക്കാനുള്ള മാർഗം ഇല്ല. അങ്ങനെ വന്നാൽ പിന്നെ ഒരു മാർഗമേ ഉള്ളൂ. എന്ത് ചെയ്യാ? അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാം, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അതൊരു നന്മയാണ്. എന്നാൽ ആസ, പണ്ഡിത ഫത്വ അങ്ങനെയാ, ആസ എന്നാൽ ഒരു പക്ഷേ പുറത്തേക്കാം, ആസ പുറത്തേക്കാം എന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. രണ്ടാമത്തേത് വൽ കിബർ, കിബറുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അല്ലാഹു കാക്കട്ടെ. ഞാൻ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് വദ്ദൈനി, കടം. 3 കാര്യം ഒഴിവായി ജീവിച്ചവനാ എങ്കിൽ അയാളെ മരിക്കുന്ന നേരത്തെ 3 കാര്യത്തിൽ അയാൾ ഒഴിവായവനാണ് എങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ടാകും. ആ സുലൈമാൻ ഉണ്ടായാൽ സ്വർഗം കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഈ ഹദീസ് ഇമാം തുർമദി തന്റെ സുനനിൽ വളരെ ഗൗരവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് പറയുമ്പോൾ ഗൗരവമായി പറയേണ്ടത് ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ കടത്തിനേക്കാൾ പ്രധാനം കൽപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ കടത്തിനാണ്. ഇതാണ് ഫിഖ്ഹിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഥവാ ശ്രദ്ധിക്കും കേട്ടോ, ഈ കടം എന്ന് പറയുമ്പോൾ എല്ലാം കടം തന്നെയാണ്. കടം വീട്ടലിൽ ഒന്നാമത്തെ ആദ്യം വീട്ടേണ്ട ഏറ്റവും വലിയ ബാധ്യത അള്ളാന്റെ ബാധ്യതയാണ്. നമ്മളിന്ന് കടം എന്ന് പറയുമ്പോൾ അവിടെയും പ്രശ്നമുണ്ട്. കടം എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി, നാട്ടുകാരെ, പീടികയിൽ ചായമക്കാനി, പത്രക്കാരൻ, പാൽക്കാരൻ, ഇവരൊക്കെ നമ്മൾ എന്തായി കൂട്ടുകയുള്ളൂ? കടക്കാരൻ. ഇയാൾക്ക് എന്തുണ്ട്? ഹജ്ജ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കടമാണ് എന്നല്ല, ഇതിനേക്കാൾ വലിയ കടമാണ്. തെരീക്കത്തെടുക്കണമെങ്കിൽ തെരീക്കത്തിൽ നിന്ന് ഹജ്ജിന്റെ അളവ് മാറ്റി വെക്കേണ്ടി വരും. മനസ്സിലായില്ല? ഇതൊക്കെ എടുത്തുപോയി. ഇതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു, എടുത്തുപോയി. ഇങ്ങനെ ഇതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം പ്രധാനമായി ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം സക്കാത്ത്. ഈ ധനത്തിൽ അയാൾക്ക് കച്ചവടം ഉണ്ട് വാപ്പാക്ക്, പക്ഷേ സക്കാത്ത് കൊടുക്കുന്ന പതിവൊന്നും വാപ്പാക്ക് ഇല്ല. അല്ലെങ്കിൽ 25-ന് വരുന്നവർക്ക് ഒരു 100 രൂപ വീതം ബാപ്പ അങ്ങനെ 10 ആൾക്കോ 100 ആൾക്കോ കൊടുക്കും. ഒരു 10 ആൾക്ക് 100 ആൾക്ക് ഒരു 100 റുപ്യ കൊടുത്തു തന്നെ വെക്കാം. 100 ആൾക്ക് 10 റുപ്യ കൊടുത്താൽ 100 ആൾക്ക് 100 റുപ്യ കൊടുത്താൽ എത്രയായി? 10,000 ഉറുപ്പ്യായി. ഇയാൾ കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ബിസിനസ് ചെയ്യണോനാ. 1 കോടി ഉറുപ്പ്യന്റെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് 2.5 ലക്ഷം ഉറുപ്പിക കൊല്ലത്തിൽ എന്തുണ്ടാവും? സക്കാത്ത് ഉണ്ടാവും. 1 കോടിയൊക്കെ നിസ്സാര. 1 കോടിയൊന്നും ഇന്ന് കോഴിക്കോട്ട് വല്യങ്ങാടിയിലും പരിസരത്തും മാർക്കറ്റിലൊന്നും ഇന്നൊന്നുമല്ല. 1 കോടിയൊന്നും ഒന്നുമല്ല. 1 കോടിയൊക്കെ വെറുതെ റോട്ടുമിലിടുന്ന പൈസയാ ഇന്ന്. പഴയ കാലത്തുള്ള ഭാഷകൾ തന്നെ മാറ്റണം എന്ന് എൻ്റെ അഭിപ്രായം. ലക്ഷപ്രഭു കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇന്ന് പറയേണ്ടത് കോടി സാധു എന്നാണ്. കോടി സാധുവാണ്. കോടിയൊക്കെ ഉള്ളവൻ സാധുവാ. കോടിയൊന്നൊരു പൈസയല്ല ഇന്ന്. പ്രഭുവായി എന്നിങ്ങനെ 1 കോടി ഉറുപ്പിയുള്ളവൻ എങ്ങനെ പ്രഭുവായി പരിഗണിക്കും? പ്രഭു ആണെങ്കിൽ പൈസ എത്ര വേണം? വെല്ലസ്ലി പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, ഇതൊക്കെ പ്രഭുവാണ്. മോത്തിലാൽ പ്രഭു, ഇതൊക്കെ പ്രഭുവാണ്. മോത്തിലാൽ പ്രഭുവാ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിലക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ച പ്രഭുവാ. പ്രഭുവാ, പൈസക്കാരനാണ്. ഇന്നിപ്പോ 1 കോടി ഉറുപ്പിയുള്ളവനെ എന്നും സത്യത്തില് സർവ്വസാധാരണമായ ഒരു സംഗതിയാണത്. 4 ആൾ ഒരു റിസോർട്ടിലേക്ക് ചായ കുടിക്കാൻ പോവാണെങ്കിൽ 1 ലക്ഷം റുപ്യ കയ്യിൽ കരുതണ്ട. ഇന്നങ്ങനെയാണ്. ദല്ലാൽമാർക്ക് വരെ ഒരു കച്ചവടം കഴിഞ്ഞാൽ 8, 10, 20 ലക്ഷം ഉറുപ്യ കിട്ടുന്ന ഒരു കാലത്ത് ദല്ലാൽമാർക്ക് വരെ ഒരു കച്ചവടം. ദല്ലാൽമാരൊക്കെ പോയോ? അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. നല്ല ആയിക്കോട്ടെ, നല്ല പൈസയുണ്ടോ? സിംസാറിന്റെ പൈസ നല്ല പൈസയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഇതൊന്നും തെറ്റില്ല. ഒരു കച്ചവടം കഴിഞ്ഞാൽ ദല്ലാലിമാർക്ക് വരെ ലക്ഷക്കണക്കിന് ഉറുപ്പിക കിട്ടുന്ന ഒരു നാട്ടില് എന്താ അതൊക്കെ ഒരു വിഷയമാണോ? കോടിയൊന്നും
അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ചിന്തിക്കുക, പറഞ്ഞ കാര്യം നല്ല പോലെ മനസ്സിലാക്കുക. ഇയാൾക്ക് ഒരുപാട് ഉറുപ്പികയുടെ എന്തുണ്ടാവും? സക്കാത്തുണ്ടാവും. അതോ ഒരു കൊല്ലത്തെ സക്കാത്തൊന്നുമല്ല, വാപ്പ ഈ കച്ചവടം തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലായിട്ടുണ്ട്. ആ കൊല്ലങ്ങളുടെ മുഴുവനും സക്കാത്ത് കണക്കാക്കണം. എന്നിട്ട് കഴിഞ്ഞിട്ട് അതിൽ തെരിക്കത്തുണ്ടാവുകയുള്ളൂ, അപ്പോഴേ ഇറുസുണ്ടാവുകയുള്ളൂ. മിക്കവാറും ആ പീടിക വിറ്റ് നാട്ടുകാർ കൊടുക്കേണ്ടി വരും. മിക്കവാറും പീടികകൾ വിറ്റിട്ട് നാട്ടുകാർ കൊടുക്കേണ്ടി വരും ബാപ്പാന്റെ കാര്യത്തിൽ, ഉറപ്പ്. ഇത് അതിശയോക്തി പറഞ്ഞൊന്നല്ല, മിക്കവാറും. കാരണം എന്തുകൊണ്ട്? ആ ധനത്തിന്റെ 2.5% ഒരു കൊല്ലത്തിൽ നാട്ടുകാർ അവകാശപ്പെടുത്തും. അടുത്ത കൊല്ലായാലോ വീണ്ടും 2.5%. അപ്പൊ എത്രയായി? 5%. അപ്പോൾ 5% 2 കൊല്ലം കൊണ്ട് വന്നാൽ, 5% 2 കൊല്ലം കൊണ്ട് വന്നാൽ പിന്നെ 100% എത്ര കൊല്ലം കൊണ്ട് വരും? എത്ര? 20. അല്ലേ? 20. ബാപ്പ ഈ കച്ചവടം 40 കൊല്ലം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ സക്കാത്തിന്റെ കടം വീടണമെങ്കിൽ ഇനി ഇതുപോലത്തെ ഒരു കച്ചവടം കൂടെ രക്ഷിതാവ് നാട്ടിൽ കൊടുക്കണം. നിങ്ങൾക്ക് തിരിഞ്ഞ ഇതാണ് ഏത് പറയാനാണ് ഈ ക്ലാസ്? ഇത് ചിന്തിക്കുക. പാപ്പ മരിച്ചപ്പോഴത്തിന് നീ വെട്ടി വിഴുങ്ങാൻ വേണ്ടി പോകണ്ട. അവിടെ തഫ്സീർ കാണാം, അവിടെ ഖുർത്തുബി നോക്ക്, റാസി നോക്ക്, എല്ലാം കാണാം. നിങ്ങൾക്ക് വിഷയം നല്ല പോലെ മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ബാപ്പാന്റെ ഈ കച്ചവടം മൊത്തം ഇപ്പോൾ ആരുടേതായിട്ടുണ്ടാവും? നാട്ടുകാരുടെ ആയിട്ടുണ്ടാവും. എന്നല്ല ബാപ്പാന്റെ ഹക്ക് വീടണമെങ്കിൽ ബാപ്പാന്റെ കടമൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. നിങ്ങൾ പുറത്ത് പറയണ്ട. ബാപ്പാന്റെ കടം മുഴുവൻ ഏറ്റെന്ന ഇവൻ പറഞ്ഞത്. എന്റെ എടാ, ഈ ബാപ്പാന്റെ കടം മുഴുവൻ എങ്ങനെ മയ്യത്തിന്റെ അടുത്ത് ഏറ്റാൽ കുടുങ്ങും. ചില ബാപ്പമാരുടെ കാര്യത്തിൽ എന്തുകൊണ്ട്? ബാപ്പാന്റെ ഉള്ള മുതലും മുഴുവനും സക്കാത്തും അള്ളാന്റെ ഹക്കും വീട്ടാൻ കൊടുത്താൽ പോലും എന്തുണ്ടാവും? അള്ളാന്റെ ഹക്ക് തന്നെ ബാപ്പാന്റെ അടുക്കൽ വീണ്ടും ബാക്കി ഉണ്ടാവും. നിന്റെ മുതലും കൂടി വിറ്റ് കൊടുക്കേണ്ടി വരും. കാരണം ഈ നിന്റെ ദിമ്മത്തിലേറ്റല്ലോ. മനസ്സിലായില്ല? നീ നിന്റെ ദിമ്മത്തിലേറ്റല്ലോ. ആ ധനം മുഴുവനും കൊടുത്താൽ ബാക്കി പിന്നെ നിന്റെ ധനം കൊടുക്കണം. കാരണം നീ മയ്യത്തിന്റെ അടുത്ത് വെച്ച് പറഞ്ഞതാണ് ഈ ബാപ്പാന്റെ കടം മുഴുവനും. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്, ചിന്തിക്ക്. അഥവാ ബാപ്പ മരിച്ചിട്ട് കാണുന്ന മുതൽ മുഴുവനും ആരുടേതല്ല, നമ്മുടേതല്ല. ഇത് വളരെ ചിന്തിക്കണം. അതിൽ യാതൊരു സംഗതിയുമില്ല, യാതൊരു കാര്യത്തിലും അതിലൊന്നും ബേജാറില്ല, അന്നൊരു പേടിയുമില്ല മനുഷ്യന്മാർക്ക്. വളരെ ചിന്തിക്കണം. ഇത് വളരെ ഗഹനമായി മനസ്സിലാക്കേണ്ടത്. എന്തിന് ഹറാമ് നമ്മളെ പള്ളിയിലേക്ക് കയറ്റുന്നു? അതാണ് ഹലാല് ഹറാമ് നോക്കാതെ അനന്തര സമ്പത്ത് ഓഹരി വെച്ചാൽ അടുത്തായിട്ട് വേണ്ട ആപ്പാര് മരിക്കുമ്പോഴത്തിന് അതിന്റെ അവകാശം കൊടുക്കാതെ ഈ വെട്ടി തിന്നണ്ട. ഇതാ ദുഃഖത്തില്ലാറുള്ളൂ. അവിടെയാണ് ആയത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അനന്തര സമ്പത്തിന്റെ ബാധ്യത വീട്ടണം എന്ന് പറഞ്ഞു. അത് വീട്ടാത്ത കാര്യം പറഞ്ഞിട്ട് അവിടെയാണ് എന്ത് പറഞ്ഞത്? നരകത്തിന്റെ ആയത്ത്. ആ ആയത്തിറങ്ങിയപ്പോഴാണ് റസൂലുള്ള ഏറ്റവും പേടിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഈ ആയത്തിറങ്ങിയപ്പോൾ ഹബീബായ നബി സ്തബ്ധനായിരുന്നു പോയി. തഗയ്യറ ലൗനുഹു. ഈ ആയത്തിറങ്ങിയപ്പോ, ആയത്തിറങ്ങിയപ്പോ തൗകുലൂന തുറാസ അഖ്ലൽ ലമ്മ വതുഹിബ്ബൂന അൽമാല ഹുബ്ബൻ ജമ്മ കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ
വഅന്നാ ലഹുൽ ദിക്റാ. ഈ ആയത്തിറങ്ങിയ റസൂലുള്ളാഹി സ്തബ്ധനായിരുന്നു, മിണ്ടിയില്ല. കുറച്ചു നേരത്തേക്ക് കുറെ ദൂരെയായിരുന്നു സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. ആളുകളുടെ കാൽമുട്ടുകളൊക്കെ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കേറി 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 ഹബീബ റസൂലുള്ളാഹിന്റെ കാൽമുട്ടിന്റെ അടുത്തേക്ക് വന്നു. എന്തേ മലക്കും യാ റസൂലല്ലാഹ്, എന്തേ നിങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിച്ചു. അസാസം. അപ്പോൾ പറഞ്ഞു ഉൻസിലത്ത് ഇലയ്യ ആയാത്ത്, കുറച്ച് ആയത്ത് പറഞ്ഞ് അത് കണ്ടിട്ട് കേട്ടിട്ട് പേടിച്ചതാണ്. ഏതാന്ന് ചോദിച്ചു. അപ്പോഴോട് കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈരിൻ ബിജഹന്നം. ഭൂമിയെ അടിച്ചുടച്ച് ധൂളി ധൂളിയാക്കപ്പെട്ടാൽ, അതിന്റെ കൽപ്പന വരികയും കോടതി സംസ്ഥാപിതമാവുകയും ചെയ്താൽ, ഈ ലോകത്തെ സർവ്വ നന്മതിന്മകളുടെയും മാറ്റുരക്കുന്ന കോടതി സംസ്ഥാപിതമാവുകയും ചെയ്താൽ, ആ സ്ഥലത്തേക്ക് അല്ലാഹു നരകത്തെ കൊണ്ടുവരാൻ പറയും. ആ കോടതിയിലേക്ക് നരകത്തെ കൊണ്ടുവരും. അപ്പോൾ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് ചോദിച്ചു, വകൈഫ യുജാഉ ബിഹാ യാ റസൂലല്ലാഹ്, നബിയെ നരകത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാ നരകത്തെ കൊണ്ടുവരിക? അപ്പോൾ പറഞ്ഞു ലഹാ 70,000 സിമാമിൻ മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ. അതിന് 70,000 വട്ടക്കണ്ണികൾ ഉണ്ടാകും. ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്കുകൾ പിടിക്കും. അങ്ങനെ 70,000 ഇൻറ്റു 70,000 വട്ടക്കണ്ണി, 70 മലക്കുകൾ, 70,000 വട്ടക്കണ്ണികൾ ഉണ്ടാവും നരകത്തിന്. അതിനെ കൊണ്ടുവരിക. ഒരു വട്ടക്കണ്ണിയിൽ എത്ര മലക്ക് പിടിക്കും? 70,000. അങ്ങനെ 70,000 വട്ടക്കണ്ണി, 70,000 ഇൻറ്റു 70,000 എത്ര? 490 കോടി. 490 കോടി മലക്കുകൾ പിടിച്ച് നരകത്തെ കൊണ്ടുവരും. ഇവിടെയാണ് ഹബീബ റസൂലുള്ളാഹി പോലും പേടിച്ചു പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വളരെ ചിന്തിക്കുക ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. പെണ്ണുങ്ങൾ നല്ല പോലെ മനസ്സിലാക്കരുത്. പെണ്ണുങ്ങൾക്കും ബന്ധമുള്ള ഒരു വിഷയമാണ്. പാപ്പാന്റെ മുതല് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാതെ എനിക്ക് വേണ്ടാന്ന് പറയാ, നമ്മളെങ്കിലും ഒഴിവാക്കാലോ. ഇത് പാപ്പാന്റെ മുതൽ എന്ത് ചെയ്യും? ഇതിന്റെ മൂത്തവന്മാരും മറ്റുമൊക്കെ അങ്ങോട്ട് അത് അവർ തന്നെ എടുത്ത് പിന്നെ വലിയൊരു കാര്യമാണ്. ചുരുക്കത്തിൽ അതിൽ നിന്നൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കണം. കടങ്ങളെ വീട്ടണം. അള്ളാഹുവിന്റെ കടങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. അള്ളാന്റെ കടം ഏറ്റവും ആദ്യം വീട്ടാൻ തയ്യാറാകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതേപോലെയോ ബാപ്പ വസിയ്യത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ബാപ്പാക്ക് വസിയ്യത്തുണ്ടെങ്കിൽ സാക്ഷി നിർത്തുകയോ എഴുതി വെക്കുകയോ ചെയ്ത വസിയ്യത്ത് ബാപ്പാക്കുണ്ടെങ്കിൽ വസിയ്യത്ത് അനന്തര സമ്പത്തിന്റെ 1/3 കൂടാത്ത അളവിൽ നടപ്പിലാക്കണം. വസിയ്യത്ത് കൂടിയിട്ട് അത് 1/3 ഏറാൻ പാടില്ല. 1/3 ഏറിയാൽ നടപ്പിലാക്കേണ്ട ബാധ്യത ഇല്ല. അതിന്റെ പരിധിയിൽ നടപ്പിലാക്കിയാൽ മതിയാകും. മനസ്സിലായില്ല? എന്നാൽ എല്ലാ അനന്തരാവകാശികളും കൂടി യോജിച്ച് നടപ്പിലാക്കിയാൽ വിരോധവുമില്ല. മനസ്സിലായില്ല പറഞ്ഞത്? വസിയ്യത്ത് അനന്തരാവകാശികൾ നടപ്പിലാക്കണം. ഉദാഹരണം പറയാം, ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണം. ഉദാഹരണം പറയാം, മകൻ ബാപ്പ ഇരിക്കുമ്പോൾ മകൻ മരിച്ചു. അവിടെ മകന്റെ മക്കളുണ്ടാകും. അവർക്ക് നേരിട്ട് സമ്പത്തിന്റെ അവകാശം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് വേണ്ടി വാപ്പ എന്തു ചെയ്യണം? പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ത് ചെയ്യണം? വസിയ്യത്ത് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ വസിയ്യത്ത് എന്തിനേക്കാൾ കൂടരുത്? മൊത്തം ധനത്തിന്റെ 1/3. അത് ഇനി ഒരു വസിയ്യത്ത് മാത്രമല്ല, അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ബാപ്പ പള്ളിയെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര നടപ്പിലാക്കാന്റെ ബാധ്യതയുള്ളൂ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നോക്കൂ, അതേ ഉള്ളൂ. അനന്തരാവകാശികൾക്ക് വസിയ്യത്തില്ല. അനന്തരാവകാശികൾക്കുള്ള വസിയ്യത്ത് നടപ്പിലാക്കണമെങ്കിൽ മറ്റുള്ള അനന്തരാവകാശികൾ ആ വിഷയത്തിൽ സമ്മതിക്കൽ ആവശ്യമായി വരും.
വളരെ നീണ്ടൊരു മസലയാണ്. ആ വിഷയം പഠിക്കാൻ കൂടി ഞാനൊരു വാതിലിട്ട് തരികയാണ്. വസിയത്ത് വലിയൊരു ബാബാണ്, ഇതിൽ കയറി അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ചിന്തിക്കണം, ആ വിഷയം പഠിക്കണം എന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, 3-1 ഒരു ബാപ്പയും വസിയത്തോ മറ്റോ കൂട്ടാൻ പാടില്ല. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിയോട് ഒരു രോഗം മൂർച്ഛിച്ചപ്പോൾ പറഞ്ഞു, അത്തസദ്ദഖു ബിജമീഇ മാലി, എന്റെ മുതലൊക്കെ ഞാൻ, എനിക്ക് ആകെ ഒരു മകളേ ഉള്ളൂ, എന്റെ മുതലൊക്കെ ഞാൻ ദാനം ചെയ്യാണ്. ഫഖാലല്ല പാടില്ല. എന്റെ ധനം മുഴുവനും ഞാൻ ഓഹരി ചെയ്യുകയാ, എന്റെ ധനം മുഴുവനും ഞാൻ വസിയത്ത് ചെയ്യാണ്, ദീനിലേക്ക് നീക്കി വെക്കുകയാണെന്ന് പറഞ്ഞു മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് രോഗം മൂർച്ഛിച്ചപ്പോൾ. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞില്ല, ഞാൻ സ്വീകരിക്കൂല, വാങ്ങൂല. അപ്പോൾ പറഞ്ഞു, ബിശത്രി മാലി, എന്നാ പിന്നെ ഞാൻ എന്റെ ധനത്തിന്റെ പകുതിയെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ, ബിദുലുസൈ മാലി. രണ്ടാമതായി പറഞ്ഞു, ബിദുലുസൈ മാലി, ഞാൻ എന്റെ ധനത്തിന്റെ 3/2 ഭാഗം, ഏറിയ ഭാഗം അങ്ങോട്ട് കൊടുക്കാണ്. ഇല്ല, പറ്റൂല. അപ്പോൾ ഈ സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ ധനത്തിന്റെ പകുതി ദാനം ചെയ്യുകയാ. ഫഖാലല്ല, മുഴുവനും സമ്മതിച്ചില്ല, 3/2 സമ്മതിച്ചില്ല, 1/3 പിന്നെ പകുതിയും സമ്മതിച്ചില്ല. ഫഖാല, അപ്പോഴോ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, മൂന്നിലൊന്ന് തന്നെ ധാരാളമാണെന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. നിങ്ങൾക്ക് മനസ്സിലാവണേ, അതായത് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യലും മറ്റും, അതേപോലെ തന്നെ ബാധ്യതയില്ലാത്തവർക്ക് കൊടുക്കേണ്ടതാണെങ്കിലും ആരെ തോപ്പിച്ച് കൊടുക്കരുത്, അനന്തരാവകാശികളെ തോപ്പിച്ച് കൊടുക്കാൻ പാടില്ല, ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ബാപ്പാക്ക് ഒരു ബാധ്യതയുണ്ട്, വയസ്സാണിനനുസരിച്ച് ബാപ്പ അങ്ങനെ വിറ്റു. ഇനിയിപ്പോ ഞാൻ ഏതായാലും പോവാണ്, ഇത് ബാപ്പാക്ക് നല്ലതല്ല, ഇത് ബാപ്പാക്ക് നല്ലതല്ല. ഒന്ന്, ബാപ്പാക്ക് മക്കളുടെ ലഅനത്തുണ്ടാവും, അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചുണ്ടാവും. ഖബറിൽ സുഖത്ത് കിടക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരാളുടെ ധനം അയാളുടേതല്ല, അയാൾക്ക് പിന്നിലുള്ളവർക്കും അതിലെന്തുണ്ട്? അവകാശമുണ്ട്. അയാൾ കണ്ണടയണമെന്ന് മാത്രം. ഇപ്പോൾ അയാളാണ് നോട്ടക്കാരൻ, പള്ളിയിലെ സെക്രട്ടറിക്ക് അത് അങ്ങനെ വിറ്റിന്നാൻ പറ്റില്ലല്ലോ എന്നതുപോലെ. അതിനേക്കാൾ സ്വാതന്ത്ര്യമുണ്ട് വാപ്പാക്ക്, എങ്കിലും പരിധിയുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം. ഹബീബാ റസൂലുള്ളാഹി പറഞ്ഞു, അൻതദഅ വറസതക അഗ്നിയാ ഖൈറുൻ മിൻ അൻതദഅ വറസതക ഫുഖറാ യതകബ്ബഫുന അന്നാസ്. അൻതദഅ വറസതക, തദഅ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അൻതദഅ വറസതക അഗ്നിയാ, നിന്റെ അനന്തരാവകാശികളെ നീ അത്യാവശ്യം സമ്പത്തുള്ള നിലയിൽ ഉപേക്ഷിക്കലാണ് ഖൈറുൻ ലക, നിനക്ക് ഏറ്റവും നല്ലത്. മിന്നൻ തദഅ വറസതക ഫുഖറാ, നിന്റെ അനന്തരാവകാശികളെ നീ ധനമില്ലാത്തവരായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ യതകഫഫുന അന്നാസ, അവർ നിന്റെ പിറ്റേ ദിവസം കൈകാട്ടി എരന്ന് നടക്കും. നമുക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നമ്മളെ ജീവിതകാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആർക്ക് ബാക്കിയാക്കണം? മക്കൾക്ക്. നല്ലോണം മനസ്സിലായില്ലേ? എന്തിന് ഇന്നത്തെ മക്കൾക്കൊക്കെ ബാക്കിയാവണമെന്ന് വിചാരിക്കരുത്. എന്തിനാ നിന്ന് മൂത്രിക്കുന്ന എന്നൊന്നും ചിന്തിക്കണ്ട. നമ്മളെ മക്കളെ നന്നാക്കുക, അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. എന്നിട്ടോ നമ്മളെ അളവ് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇടുക. നമുക്ക് എത്ര അളവുള്ളൂ? 3. നമ്മളളവ് 3. ഏതാ 3? അക്കൽത ഫാഫിനൈറ്റ്, ലബിസ്ത ഫാബിലൈറ്റ്, തസദ്ദഖത ഫാംലൈറ്റ്, വമാ സിവാ ദാലിക ഫദാഹിബുൻ വതാരികുഹു ലിന്നാസ്. ഹബീബായ നബി പറഞ്ഞു, ഒരു ഭൂമിയിൽ അയാൾക്ക് എത്ര മുതലുണ്ടെങ്കിലും അയാളെ ബാധ്യത, അയാളെ അവകാശം. അക്കൽത ഫാഫിനൈത, നീ തിന്നത് നിന്റേതാണ്, നിനക്ക് തിന്ന. ലബിസ്ത ഫാബിലൈത, അത് നിന്റെ അളവിൽ തിന്ന. നീ വലിയ തീറ്റക്കാരനാ, റപ്പായിയ, എക്സാമ്പിൾ, അതിനനുസരിച്ച് തിന്ന. പിന്നെ ഈ വലിയ മൊലാളിയ, അപ്പൊ അതിനനുസരിച്ച് ഗുണം കൂട്ടി തിന്ന. ഐക്കോറക്ക് 500 ആണെങ്കിലും വാങ്ങ, അതിനനുസരിച്ച് ആയിക്കോട്ടെ. അതിനനുസരിച്ച് വരുമാനമുണ്ട്. 1,50,000 ഒക്കെ വരുമാനമുണ്ട്. അപ്പോൾ 500 റുപ്യന്റെ ഐക്കോറ വാങ്ങിയാൽ എന്തല്ല
പറയും നിങ്ങൾ ഐക്കോറ എന്നുള്ള മീനും മനുഷ്യരും എന്നുള്ള തന്നെയാണ്. നിങ്ങൾ വിചാരിക്കണ്ട എന്തിനാ അങ്ങനെ ഐക്കോറയൊക്കെ വാങ്ങി തിന്നണം. എടാ ഐക്കോറ അല്ലാഹ് ഹറാമാക്കിയ മീനല്ല, അത് ഹലാലാക്കിയ മീനാ. അതും മനുഷ്യന്മാർക്ക് തിന്നാൻ ഹലാലാക്കിയതാ. അതിനിവിടെ മാർക്കറ്റിൽ ഇന്നാലിന്ന വില ഉണ്ടാവുന്ന കാലാകാലം നിശ്ചയിച്ചവൻ ആരാ? അതും അല്ലാഹു തആലയാ. ചിലപ്പോ 800-900 ഒക്കെ ഉണ്ടാവാം. അതിനനുസരിച്ച് വരുമാനമുള്ളവൻ. ഖാറൂനോട് പറഞ്ഞു, ഖാറൂനെ ഈ മൊലാളിയാണെന്ന ഒരു നിലക്ക് നിനക്ക് വലിയ ഒരു അംശമുണ്ട്, അത് എടുത്തോ. നാലും വാഹസിനല്ലാഹുവിലേക്ക ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് നീ കൊടുക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ വാപ്പാക്ക് വാപ്പാന്റെ അളവിൽ കഴിക്കാം, ബാപ്പാന്റെ പ്രൗഢിയിൽ നടക്കാം. പിന്നെയോ ബാപ്പാന്റെ പരിധിയിൽ സ്വതക്ക കൊടുക്കാം. ബാപ്പാന്റെ പരിധിയിൽ സ്വതക്കയാകാം, ബാപ്പാന്റെ പരിധിയിൽ വസിയ്യത്താകാം, ബാപ്പാന്റെ പരിധിയിൽ വഖഫാകാം. ബാപ്പാന്റെ പരിധിയിൽ നിൽക്കാം. അനന്തരാവകാശികളെ തോപ്പിക്കാതെ ചെയ്യാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബാപ്പമാർ രണ്ട് നിലക്ക്. ഒന്ന്, ദൂർത്തടിച്ചാൽ ബാപ്പമാർക്ക് ഖബറിൽ സുഖം ഉണ്ടാവില്ല. രണ്ട്, പെൺകുട്ടികളോട് അനീതി ചെയ്യും മിക്കവാറും ബാപ്പമാർക്ക്. ഈ അടുത്ത കാലത്തായി അങ്ങനെ ഒരു രീതി തുടങ്ങിയിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ മുതലൊന്നാണ് കണ്ടുവെക്കും. ഇത് ഏകദേശം നമ്മുടെ ഇവിടെ ഈ കോഴിക്കോട് തന്നെ ഒരുപാട് കേസ് എൻ്റെ അടുക്കൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഞാനിത് പറയുന്നത്. വലിയ കാര്യം സമ്പത്തൊക്കെ ആർക്ക് കൊടുക്കും? ആൺമക്കൾ, പെൺകുട്ടികൾക്ക്. ആൺമക്കൾക്ക് അങ്ങോട്ട് കൊടുക്കും. മറ്റവരെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തും, എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തും. അവർക്ക് വല്ലാതെ ചോദിക്കാനും വയ്യ. കാരണം അവിടുന്ന് ഈ പോയിക്കോന്ന് പറഞ്ഞാൽ പിന്നെ തറവാട്ടിലേക്ക് മടങ്ങി വന്ന അപ്പ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആങ്ങളെ ചോദിക്കും, അല്ലെങ്കിൽ ആങ്ങളുടെ ഭാര്യ ഏതായാലും ചോദിക്കും. ഉറപ്പ് എങ്ങനുണ്ട്? അള്ളാന്റെ ഇസ്മത്തുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളെ ഒഴിവായെങ്കിലും ഒഴിവാവും, ബാക്കി ചോദിക്കും. അങ്ങനെയാണ് എന്റെ രീതി. അങ്ങനെയാണ്. അപ്പൊ ചിന്തിക്കാം, പാവപ്പെട്ട ഈ പെണ്ണുങ്ങൾ കിട്ടുന്നത് കൊണ്ട് ഒടുങ്ങേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രവർത്തനം ബാപ്പമാരൊരിക്കലും ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ ശറഈ കണക്കനുസരിച്ച് ചെയ്യണം. എങ്ങനെ ശറഈ കണക്ക്? ആണുങ്ങൾക്ക് ഇരട്ടിയും പെണ്ണുങ്ങൾക്ക് അതിന്റെ പകുതിയും. അത് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നോക്കൂ നിങ്ങൾ. ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഒരേക്കറയുടെ വില വേണ്ടി വരും, ചില സ്ഥലത്ത് 1 സെന്റിന്. അങ്ങനെയുണ്ടാവും. അതൊക്കെ നമ്മൾ ഇതൊക്കെ ഇന്ന് വളരെ തട്ടിപ്പായി. ഇതൊക്കെ എല്ലായിടത്തും വളരെ തട്ടിപ്പായി. കാര്യമായത് കച്ചവടം ആരെ മുതലാ? ബാപ്പാന്റെ മുതലാ. ഇതിൽ പിന്നെ കൊണ്ടുപോയിട്ട് മക്കളെ ഇരുത്തും. ആ മക്കൾ പിന്നെ അതിങ്ങനെ അറിയാതെ എപ്പോഴാ ഈ കച്ചവടം ഈ മകന്റേതായിന്ന് അവനും അറിയൂല. അങ്ങനെയാണ്, അവനും അറിയൂല എപ്പോഴതിൻ്റെതായി. അങ്ങനെ ഉണ്ടാവും. ഫലത്തിൽ പിന്നെ ആദ്യകാലത്ത് വാപ്പ അങ്ങനെ പ്ലാസ്ക് കൊടുത്ത് രാവിലെ പോയിരുന്നു, പിന്നെ അങ്ങനെ പോയി. അതൊന്നും പിന്നെ വകുപ്പിൽ പോയില്ല. കച്ചവടം അവൻ്റെതാവും. സത്യത്തിൽ കച്ചവടത്തിന്റെ അതിന്റെ ഉടമസ്ഥൻ ആരാവും? വാപ്പയാണ്. ആരാവുന്നല്ല, ആരാണ്? വാപ്പയാണ്. ഇതൊക്കെ തെരീക്കത്താണ്. ഒരുക്കേണ്ടി വരും. വളരെ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞു നോക്കി പറയാതിരിക്കൽ നല്ലതാണെന്ന് തോന്നും. ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഈ പെൺകുട്ടികൾ എന്തിന് ആൺകുട്ടിയെ മടിയിലിരുത്തി പെൺകുട്ടിയെ ജമ്പിലിരുത്തി നേരെ പരിസരത്തിരുത്തിയപ്പോൾ നീതി ചെയ്തിട്ടില്ല ഹബീബ റസൂലുള്ളാഹി. ഇനെന്താ മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരാൾ തന്റെ മകനെ ആൺകുട്ടിയെ മടിയിലിരുത്തി, പെൺകുട്ടി വന്നപ്പോയോ അടുത്തിരുത്തി, രണ്ടു കൂട്ടി പിടിച്ചു. അപ്പോഴും റസൂൽ പറഞ്ഞു നീതിയായിട്ടില്ല. നീതി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇരുത്തുകയാണെങ്കിൽ മടിയിലിരുത്തേണ്ടത് ആരെയാ? പെൺകുട്ടിയാണെന്ന് ഹബീബ റസൂൽ പറഞ്ഞു. അതിന്റെ അർത്ഥം പെൺകുട്ടിക്ക് കൂടുതൽ കൊടുക്കണമെന്നല്ല, അതിന്റെ ശറഈ വശം ഉണ്ടല്ലോ. പക്ഷെ ആ ബാപ്പ ഇത് ചെയ്യുന്ന സാഹചര്യത്തിൽ ബാപ്പാന്റെ ഖബർ ശ്രദ്ധിച്ചുകൊണ്ട് ബാപ്പ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ ഖബർ ജീവിതം നാശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തിന് ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. യഫ്റഹു അഹദുക്കും ഇൻ കാന ലഹു ഹഖ്ഖുൻ മിൻ അബീഹി.